ഞാൻ എൻ്റെ പ്രകാശത്തിൻ്റെ സൂക്ഷ്മമായ ആകാരി ദേഹത്തോടൊപ്പം ഞാൻ ഫരിസ്ത. സാകാര ശരീരത്തിൽ നിന്നും പുറത്തു വരികയാണ്. ഉയരങ്ങളിലേക്ക് ഞാൻ പറക്കുന്നു. വിശ്വം മുഴുവൻ ഭ്രമണം ചെയ്തുകൊണ്ട് ഫരിസ്തയായ ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിന് മുകളിൽ എത്തിച്ചേരുന്നു. അല്പസമയം അവിടെ നിന്നുകൊണ്ട് ചിന്തിച്ച ശേഷം ഞാൻ ഹോസ്പിറ്റലിനകത്തേക്ക് പ്രവേശിക്കുന്നു. അവിടെവിടെയായി ഭയങ്കരമായ രോഗത്താൽ പീഡനം അനുഭവിക്കുന്ന രോഗികളെ കാണുന്നു. അവർ നിലവിളിക്കുന്നു. അസഹ്യമായ വേദന കൊണ്ട് പൊളയുന്നു. മനസ്സിനെ കലുഷിതമാക്കുന്ന ആ രംഗം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്ഷണനേരത്തിനുള്ളിൽ തന്നെ ഞാൻ ബാപ്ദാദയെ ആഹ്വാനം ചെയ്ത് മനസ്സ അവർക്കെല്ലാവർക്കും സകാശിലൂടെ യഥാർത്ഥ വഴി കാണിച്ചു കൊടുത്ത ശേഷം ഞാൻ ഹോസ്പിറ്റലിന് വെളിയിൽ വരുന്നു. അവിടെ ഏകാന്തമായൊരു സ്ഥലത്ത് അല്പനേരം ഇരുന്നു കൊണ്ട് ഞാൻ ചിന്തിക്കുകയാണ്. ഇന്നത്തെ ഈ കലിയുഗമാകുന്ന ലോകത്തിൽ എവിടെ നോക്കിയാലും എത്രമാത്രം ദുഃഖങ്ങളാണ്. ചികിത്സ പോലും നടത്താൻ സാധിക്കാതെ, മരുന്നുകൾ പോലും കണ്ടുപിടിക്കാനാവാത്ത എന്തെല്ലാം രോഗങ്ങളിലാണ് ഇന്നത്തെ മനുഷ്യൻ കഷ്ടപ്പെടുന്നത്. എത്രമാത്രം വേദന അവർ സഹിക്കുന്നു. ഇന്നെല്ലാവരും മഹാരോഗത്തിന് അടിമയാണ്. രാവണന്റെ ദുഃഖം നൽകുന്ന ലോകത്തിലെ ദുഃഖജനകമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ചിന്താമഗ്നായിരിക്കുമ്പോൾ
അപ്രതീക്ഷിതമായി എന്റെ മനോദർപ്പണത്തിനു മുൻപിലായി ഒരു സുഖദായിയായ ലോകത്തിന്റെ ദൃശ്യം തെളിഞ്ഞു വരികയാണ്. ആ ലോകത്തിൽ ഹോസ്പിറ്റലുകളില്ല, അവിടെ ആരും തന്നെ രോഗികളുമില്ല. അങ്ങനെയുള്ള ഒരു ലോകത്തെ സ്ഥാപിക്കുവാനാണ് ഭഗവാൻ ഈ ലോകത്തിലേക്ക് അവതരിക്കുന്നത്. ഭഗവാൻ അവതരിച്ച് യോഗ അഗ്നിയിലൂടെ വികർമ്മങ്ങളെ ഇല്ലാതെയാക്കി സദാകാലത്തേക്ക് എല്ലാവരെയും രോഗങ്ങളിൽ നിന്നും മുക്തമാക്കുവാനുള്ള എത്ര സഹജമായ വഴിയാണ് പറഞ്ഞു തരുന്നത്. ഞാൻ എത്ര ഭാഗ്യശാലിയാണ്, സൗഭാഗ്യശാലിയാണ്. എന്തുകൊണ്ടെന്നാൽ ബ്രാഹ്മണ ആത്മാവായ ഞാൻ ഭഗവാനെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഭഗവാൻ കാട്ടിത്തരുന്ന വഴി എന്താണോ ആ വഴിയിലൂടെ നടന്ന് യോഗ അഗ്നിയിലൂടെ എന്റെ വികർമ്മങ്ങളെയെല്ലാം ഇല്ലാതെയാക്കി സദാകാലത്തേക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും മുക്തമാകുവാനുള്ള സഹജമായ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. മനസ്സിൽ ഇപ്രകാരത്തിലുള്ള ചിന്തനം ചെയ്തുകൊണ്ട് ഫലിസ്തയായ ഞാൻ ആകാശത്തിലേക്ക് പറന്നുയരുകയാണ്. ഒരു ക്ഷണത്തിനുള്ളിൽ ആകാശവും കടന്ന് അതിനെല്ലാം ഉപരിയായ ഫരിസ്തകളുടെ ലോകത്തിൽ ഞാൻ എത്തിച്ചേരുന്നു. പൂർണ്ണചന്ദ്രന്റേതുപോലെയുള്ള തൂവെള്ള പ്രകാശം പരന്നിരിക്കുന്ന വെളുത്ത പ്രകാശത്തിന്റെ ലോകം. അവ്യക്ത വാഗ്ദാത നിർദ്ദേശിക്കുന്ന രീതിയിൽ അലൗകിക ആകാരി ലോകത്തിൽ ഇവിടെ എല്ലാ ബ്രാഹ്മണ ആത്മാക്കളും ബ്രാഹ്മണനിൽ നിന്നും ഫരിസ്തയാകുന്ന കുട്ടികൾ തന്റെ സമ്പൂർണമായ ലക്ഷ്യത്തെ കൈവരിക്കുവാൻ
പ്രിയപ്പെട്ട ബാപ്ദാദയുടെ അവ്യക്ത പാലനയ്ക്ക് വേണ്ടി സൂക്ഷ്മ ലോകത്തിലെത്തി സ്വയത്തിൽ പരിധികളില്ലാത്ത ശക്തി നിറയ്ക്കുന്നു. ഫരിസ്തകളുടെ ഈ ആകാരി ലോകത്തിൽ എത്തിയിട്ട് ഫരിസ്തയായ ഞാൻ എന്റെ പ്രിയപ്പെട്ട ബാപ്ദാദയുടെ അരികിലേക്ക് പോവുകയാണ്. ബാബയുടെ സ്നേഹത്തിന്റെ ആലിംഗനത്തിൽ അമർന്ന് നിസ്സീമമായ സ്നേഹം ബാബയുടെ മമത്വം നിറഞ്ഞ മടിത്തട്ടിലിരുന്ന് നിസ്സീമമായ സുഖം ഇതിനെ പ്രാപ്തമാക്കി ഞാൻ ഫരിസ്ത സ്വരൂപത്തെ ഉപേക്ഷിച്ച് എന്റെ നിരാകാര സ്വരൂപത്തെ ധാരണ ചെയ്യുന്നു. ഒരു തിളങ്ങുന്ന ചൈതന്യ നക്ഷത്രമായി ഞാൻ സൂക്ഷ്മപതനത്തിൽ നിന്നും മുകളിലേക്ക് എന്റെ നിരാകാരി ലോകത്തിലേക്ക് പറക്കുകയാണ്. ആത്മാക്കളുടെ നിരാകാരി ലോകത്തിൽ ഞാൻ എൻ്റെ ശിവപിതാവിൻ്റെ പരംധാമമാകുന്ന ഗൃഹത്തിലെത്തി അതിഗഹനമായ വിശ്രമത്തിന്റെ അനുഭൂതി ചെയ്യുന്നു. ഞാനിപ്പോൾ സമ്പൂർണ്ണ സുഷുപ്തിക്ക് സമാനമായ ഒരവസ്ഥയെ അനുഭവിക്കുകയാണ്. ഓരോ സങ്കല്പത്തിൽ നിന്നും വികല്പങ്ങളിൽ നിന്നുമെല്ലാം മുക്തനായി വളരെ ശാന്തമായ അവസ്ഥ അനുഭവിക്കുന്നു. പരിധിയില്ലാത്ത ശാന്തിയുടെ അനുഭൂതി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗഹനമായ ശാന്തിയുടെ ഗഹനമായ അനുഭൂതി ചെയ്ത് തൃപ്തനായി ചൈതന്യ ജ്യോതിയായ ഞാൻ
എൻ്റെ വികർമ്മങ്ങളെയെല്ലാം ഇല്ലാതെയാക്കുവാൻ മഹാജ്യോതിയായ എൻ്റെ ശിവപിതാവിൻ്റെ സർവശക്തികളുടെയും ജ്വാലാസ്വരൂപ കിരണങ്ങൾക്ക് മുൻപിൽ ഇരിക്കുകയാണ്. ഈ ജ്വാലാ സ്വരൂപ കിരണങ്ങളിൽ നിന്നും പുറത്തു വരുന്ന യോഗത്തിൻ്റെ അഗ്നിയിൽ ഞാൻ ആത്മാ സ്വയം ചൂടാകുന്നതായി അനുഭവം ചെയ്യുന്നു. അറുപത്തിമൂന്ന് ജന്മങ്ങളിലെ വികർമ്മങ്ങൾ, പഴയ സ്വഭാവ സംസ്കാരം, ഇതെല്ലാം ഈ യോഗ അഗ്നിയിൽ വെന്തിരിഞ്ഞ് ഭസ്മമായിക്കൊണ്ടിരിക്കുന്നു. എന്നിൽ നിന്നും വികാരങ്ങളുടെ കറ പുറത്തു പോവുകയാണ്. അതിനനുസരിച്ച് എൻ്റെ സ്വരൂപം കൂടുതൽ പ്രകാശമയമായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ശുദ്ധവും പവിത്രവും ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്വയത്തെ ഞാനിപ്പോൾ ഡബിൾ ലൈറ്റ് എന്നുള്ളതിൻ്റെ അനുഭവം ചെയ്യുകയാണ്. ഈ ഡബിൾ ലൈറ്റ് അവസ്ഥയിൽ ഞാൻ ആത്മാ കർമ്മക്ഷേത്രത്തിലേക്ക് മടങ്ങി വരുന്നു. എൻ്റെ സാകാര ശരീരത്തിൽ പ്രവേശിച്ച് ഭൃഗുടിയാകുന്ന അകാല സിംഹാസനത്തിലിരുന്ന് വീണ്ടും കർമ്മ ഇന്ദ്രിയങ്ങളുടെ ആധാരമെടുത്ത് ഓരോ കർമ്മവും ചെയ്യുകയാണ്. എൻ്റെ പ്രിയ പിതാവിനോടൊപ്പം മനോബുദ്ധിയെ ബന്ധിപ്പിച്ച് യോഗ അഗ്നിയിലൂടെ വികർമ്മങ്ങളെയെല്ലാം ഭസ്മീകരിച്ച് എല്ലാവിധ രോഗങ്ങളിൽ നിന്നും സദാകാലത്തേക്ക് മുക്തമായിരിക്കുവാനുള്ള
സഹജമായ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. കർമ്മയോഗത്തിലൂടെ എൻ്റെ ഓരോ കർമ്മഭോഗത്തെയും ഇല്ലാതെയാക്കി ഞാൻ സദാകാലത്തേക്ക് എവർ ഹെൽത്തിയും എവർ വെൽത്തിയും എവർ ഹാപ്പിയും ആയിക്കൊണ്ടിരിക്കുന്നു. हिम्मत न हारना कभी, तन में तनिक भी जान है। मंजिल सरल हो जाएगी, साथी स्वयं भगवान है। घबराओ न प्यारे भाई, कर लो जन्मों की कमाई। घबराओ न प्यारे भाई, कर लो जन्मों की कमाई। रोग शोक पीड़ा बीमारी लेती तुमसे चीर विदाई। घबराओ न प्यारे भाई, कर लो जन्मों की कमाई। कर्म किए जिसने जैसे जो, फल पाता उतने वैसे वो। कर्म किए जिसने जैसे जो, फल पाता उतने वैसे वो। कर्मों की ये रीत है न्यारी, कर्म भोगना है ये सारी बात प्रभु ने समझाई। कर लो तुम जन्मों की कमाई। घबराओ न प्यारे भाई, कर लो जन्मों की कमाई। रोग शोक पीड़ा बीमारी लेती तुमसे चीर विदाई। घबराओ न प्यारे भाई, कर लो जन्मों की कमाई। देह विनाशी घर रोगों का, तू बालक है परम पिता का। देह विनाशी घर रोगों का, तू बालक है परम पिता का। याद उसी की मुक्त करेगी शिव
साथी की दुआ मिलेगी, लाख दुखों की एक दवाई। कर लो तुम जन्मों की कमाई। घबराओ ना प्यारे भाई, कर लो जन्मों की कमाई। रोग शोक पीड़ा बीमारी लेती तुमसे चीर विदाई। घबराओ न प्यारे भाई, कर लो जन्मों की कमाई। परमात्मा से योग लगा कर, नाता तुम उनसे ही जुटा कर। परमात्मा से योग लगा कर, नाता तुम उनसे ही जुटा कर। दुख में भी तुम सुख पाओगे, गीत खुशी के ही गाओगे। बनेगा ये जीवन सुखदाई। कर लो तुम जन्मों की कमाई। घबराओ न प्यारे भाई, कर लो जन्मों की कमाई। रोग शोक पीड़ा बीमारी लेती तुमसे चीर विदाई। घबराओ न प्यारे भाई, कर लो जन्मों की कमाई। तोहफा परम सुखों का लेकर देखो तुमसे मिलने आए। तोहफा परम सुखों का लेकर देखो तुमसे मिलने आए। तन मन के दुखों को हर कर शिव बाबा है गोद बिठाए। दूर हुई पीड़ा दुखदाई, कर लो तुम जन्मों की कमाई। घबराओ न प्यारे भाई, कर लो जन्मों की कमाई। घबराओ न प्यारे भाई, कर लो जन्मों की कमाई। रोग शोक पीड़ा बीमारी लेती तुमसे चीर विदाई।